അനീഷ് തുടരുക. വാഹനത്തിൽ രണ്ട് ഡ്രൈവർമാരുണ്ടായിരുന്നു. അതിൽ ഡ്രൈവറായ വിജയകുമാർ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. വിജയകുമാർ, ആദ്യം തന്നെ ഒരു വലിയ അഭിനന്ദനം, ഒരു വലിയ നന്ദി അറിയിക്കുന്നു. നിങ്ങൾ ചെയ്തത് വലിയൊരു പ്രവൃത്തിയാണ്. തീർച്ചയായും അത് രേഖപ്പെടുത്തപ്പെടും നമ്മുടെ പല സംഭവങ്ങളിലും. സമൂഹ മനസാക്ഷി നിങ്ങളോട് വല്ലാതെ കടപ്പെട്ടിരിക്കുന്നു. എന്താണ് നിങ്ങൾ കണ്ടത്, സംഭവിച്ചത്? അത് ഞങ്ങൾ രാവിലെ വരുന്ന വഴിക്ക് വഴിയരികിൽ ബൈക്കും അതുപോലെ തന്നെ രണ്ടുപേര് റോഡിൽ വീണ് കിടക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഒരാള് റോഡിലായിരുന്നു, ഒരാള് വഴിയുടെ സൈഡിലായിട്ടാണ് കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ വാഹനം ഓടിച്ചത് ആ സമയത്ത് അയൻ തങ്കച്ചൻ എന്ന് പറഞ്ഞ ഡ്രൈവറാണ്. പുള്ളി തിരുവനന്തപുരംകാരനാണ്. അപ്പൊ അദ്ദേഹം ശ്രദ്ധയെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, സാറേ ഇതുപോലെ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടല്ലോ, എങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ അന്നേരം തന്നെ വണ്ടി നിർത്തി ഞങ്ങൾ ഇറങ്ങിച്ചെന്ന് നോക്കുമ്പോൾ രണ്ടുപേരും നല്ല ഗുരുതരമായ പരിക്ക് പറ്റി കിടക്കുന്നതാണ് കാണാൻ പറ്റിയത്. പിന്നെ ഞങ്ങൾ അന്നേരം തന്നെ പോലീസിൽ വിവരം അറിയിച്ചു. അതുപോലെ തന്നെ ഉടൻ തന്നെ ആംബുലൻസ് വിളിച്ചു. നമുക്ക് എടുത്ത് വേറൊരു വണ്ടിയെ കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യത്തിലല്ലായിരുന്നു. എന്നു വെച്ചാൽ അവർക്ക് നല്ല പരിക്കുണ്ടായിരുന്നു കാലിനും. അതുപോലെ തന്നെ മറ്റേ ഒരാൾക്ക് തീർത്തും അവസ്ഥ നിലയിലാണ് കണ്ടത്. പിന്നെ അവിടുന്ന് പിന്നെ നമ്മുടെ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരും എല്ലാവരും വളരെ നല്ല സഹകരണമായിരുന്നു. എല്ലാവരും കൂടെ കൂടി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. കാല് ഒടിഞ്ഞാക്കി നമ്മൾ വെള്ളമൊക്കെ കൊടുത്തു. അദ്ദേഹം സംസാരിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെ ഈ അപകടം സംഭവിച്ചതെന്ന് വല്ലതും പറഞ്ഞോ അവര്? അവര് ചെറിയൊരു വളവുള്ള സ്ഥലമായിരുന്നു. അവര് എനിക്ക് തോന്നുന്നു വണ്ടി വീശിയെടുത്ത് വന്ന സമയത്തെങ്ങാണ്ട് നിയന്ത്രണം വിട്ടുപോയതെങ്ങാണ്ടോ ചരലെങ്ങാണ്ടുണ്ടായിരുന്നു അവിടെ. ചരല് കിടപ്പുണ്ടായിരുന്നു. വാഹനം തെന്നി അപകടം പറ്റിയ തെന്നിയതാ. ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. രണ്ടുപേർക്ക് ഹെൽമെറ്റ് ഉണ്ടായിരുന്നോണ്ടാണ് തലയ്ക്കൊന്നും വലിയ പരിക്ക് പറ്റാതെ രക്ഷപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഹെൽമെറ്റ് രണ്ടുപേരും ധരിച്ചിരുന്നു പോകും. ഒരാളുടെ ഹെൽമെറ്റ് വഴിയിൽ തെറിച്ചു വീണ് നടപ്പുണ്ടായിരുന്നു. ഒരാൾ ഹെൽമെറ്റോട് കൂടിയാണ് ഉള്ളത്. ഇവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? ആരോഗ്യനില ഞാനിപ്പോ വിളിച്ചായിരുന്നു. ഒരാള് നിർമ്മല ഹോസ്പിറ്റലിൽ, ഒരാളെ തൊടുപുഴ ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോയിട്ടുണ്ട്. സീരിയസ് ആയിട്ടുള്ള ആളെ തൊടുപുഴയ്ക്ക് കൊണ്ടുപോയി. ഒരാള് നിർമ്മല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. രാവിലെ അവരുടെ നമ്പർ, അതിലൊരു പരിക്ക് പറ്റിയ ഒരു പയ്യന് സംസാരിക്കാനൊക്കെ പറ്റുമായിരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ മേടിച്ചായിരുന്നു പെയിന്റ്. ബന്ധുക്കളൊക്കെ വന്നോ? ഇവരുടെ ബന്ധുക്കളൊക്കെ? അവരുടെ മൂവാറ്റുപുഴ ഹോസ്പിറ്റലിൽ കിടക്കുന്ന പയ്യന്റെ ബന്ധുക്കൾ ആരണ്ട് വന്നിട്ടുണ്ട്. അവരെ ഫോൺ അറ്റൻഡ് ചെയ്തു. ഞാൻ വിളിച്ചപ്പോ ബന്ധുക്കൾ എത്തിയിട്ടുണ്ട്. മറ്റേ പയ്യന് ഇച്ചിരി സീരിയസ് ആയതുകൊണ്ടാണ് തൊടുപുഴയ്ക്ക് കൊണ്ടുപോയത്. സമയം ഒരു 3 മണി ആ ടൈമൊക്കെ ആയത്. 3:10 ആയത്. സാധാരണയായി നിങ്ങളൊക്കെ ഈ ഇത്തരം സമയങ്ങളിൽ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ആളുകളാണ്. ഇത്തരം ഒരുപാട് സംഭവങ്ങൾ റോഡിലൊക്കെ ആവർത്തിക്കുന്നത് കാണും. പക്ഷേ നമ്മുടെ ഒരു പ്രശ്നം, ഈ ആളുകൾ പലരും പോകുന്നവരൊക്കെ ഇത് മൈൻഡ് ചെയ്യാതെ രണ്ട് ജീവനുകൾ ഇങ്ങനെ കിടന്നിട്ടും. അത് നമ്മൾ ആ സമയത്ത് അവിടെ നിർത്തിയില്ലെങ്കിൽ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവര് വേറൊരു വാഹനം വന്ന് കയറാൻ സാധ്യത കൂടുതലാണ്. എന്ന് വെച്ചാൽ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ആ റോഡിൽ കൂടെ എപ്പോഴും സ്പീഡിൽ വരുന്ന വാഹനങ്ങളാണ് കൂടുതലും. ശ്രദ്ധിക്കത്തില്ല. അടുത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ കാണുള്ളൂ. ചിലപ്പം കയറി ഇറങ്ങി വണ്ടി ഇവര് വീണെന്ന് പറഞ്ഞാൽ ഇവരെ വേറെ വണ്ടികൾ വന്ന് ഇടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മളത് വളരെ കാര്യമായിട്ട് തന്നെ ഞങ്ങൾ ഇറങ്ങി വേണ്ട നടപടികൾ ചെയ്യാനായിട്ട് എല്ലാവരോടും കൂടി സഹകരിച്ചു ചെയ്തു. പിള്ളേരെ ഒന്നും പറ്റാതെ രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. നമുക്ക് ആ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു നല്ലതാണ്. ശരി വിജയകുമാർ, ഒരിക്കൽ കൂടി വലിയ നന്ദി അറിയിക്കുകയാണ് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന്. കാരണം വലിയൊരു പ്രവൃത്തിയാണ്, മനസാക്ഷിയുള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അങ്ങനെ ഇല്ലാത്തവരുമുണ്ട് എന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം ഒരുപാട് പേർ, നേരത്തെ അനീഷ് പറഞ്ഞ പോലെ ഒരുപാട് പേർ കടന്നുപോയി. അവരൊന്നും ഈ രണ്ട് ജീവനുകളെ ശ്രദ്ധിച്ചില്ല. കുറച്ചുകൂടി ഇങ്ങനെ കിടന്നിരുന്നെങ്കിൽ, നേരത്തെ വിജയകുമാർ പറഞ്ഞതുപോലെ മറ്റു വാഹനങ്ങൾ കയറി ഇറങ്ങുകയോ രണ്ട് വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തതിനെയും പലരുടെ ആശ്രയമാണ് ആ 2 പേർ. ആ ബന്ധുക്കൾ ആശ്വസിക്കുന്നു. എന്തായാലും വലിയൊരു പ്രവൃത്തി KSRTC ജീവനക്കാരുടെയും ഒപ്പം യാത്ര ചെയ്തവർ കൂടി സമ്മതിച്ചില്ലെങ്കിൽ വിട്ടുപോകണം, ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സ്ഥലത്ത് എത്തണമെന്നൊക്കെ പറഞ്ഞ് നിർബന്ധം പിടിച്ചാൽ ജീവനക്കാർ നിസ്സഹായരായി പോകും. പക്ഷേ യാത്രക്കാർ കൂടി ചേർന്നാണ് ഈ ഒരു പ്രവൃത്തിക്ക് നിന്നുകൊടുത്തത് എന്നുള്ളതും ഏറെ അഭിനന്ദനാർഹമാണ്. MS അനീഷ് കുമാർ ഇപ്പോൾ നമ്മോടൊപ്പം തുടരുന്നുണ്ട്. അനീഷ്, അതാണ് കാരണം ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നു. ശ്രീ വിജയകുമാർ പറഞ്ഞതുപോലെ കുറച്ച് നേരം കൂടെ അവിടെ കിടന്നിരുന്ന മറ്റു വാഹനങ്ങളൊക്കെ ഒരുപക്ഷെ അറിയാതെ കയറാം. അവർക്ക് ഒട്ടും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ അപകടം. കാരണം മൂവാറ്റുപുഴ പാത സംസ്ഥാനം നമുക്കറിയാം, കോട്ടയത്തു നിന്നും MC റോഡ് വഴിയുള്ള വാഹനങ്ങൾ ഏറ്റവും കൂടുതൽ ഓടിപ്പോകുന്ന ഒരു വഴിയാണ്.
ദീർഘദൂര ബസ്സുകൾ തന്നെ പുലർച്ചയിൽ ഒരുപാട് ഓടും. ഒപ്പം ഈ പെരുമ്പാവൂർ മേഖലയിലേക്കും മറ്റുമൊക്കെയുള്ള തടിലോറികളാണ് അവിടെ ഏറ്റവും കൂടുതൽ വരുന്നത്. ഒരുപക്ഷെ ഈ തടിലോറികളൊക്കെ വരുമ്പോൾ മുന്നോട്ടൊക്കെ തള്ളിയാണ് തടി നിൽക്കുന്നത്. അതുകൊണ്ട് പൂർണ്ണമായും വശങ്ങളിലെ കാഴ്ച ഇവർക്ക് അറിയാൻ പറ്റുന്നില്ല. നല്ല വഴിയാണ്, നല്ല സുഗമമായി യാത്ര ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. ഒപ്പം ഒരു വളവിലാണ് യുവാക്കൾ വീണ് കിടക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഇവർ കാഴ്ചയിലേക്ക് വരാൻ സാധ്യതയില്ല. ഏറ്റവും വലിയ അപകടം ഉണ്ടാവുക ഒരു പക്ഷേ ആ വാഹനങ്ങൾ കയറുക എന്നത് തന്നെ ആവാം. ഇപ്പോൾ നസീമുണ്ട്. നസീമാണ് പ്രാഥമിക ശുശ്രൂഷ ആദ്യം ഈ അപകടത്തിൽപ്പെട്ടവർക്ക് നൽകിയത് എന്നാണ് മനസ്സിലാകുന്നത്. നസീം, അങ്ങനെ അല്ലേ? അതെ അതെ, ഞങ്ങള് വരുന്ന വഴിക്ക് ബൈക്ക് രണ്ടാൾക്കാര് അപകടത്തിൽപ്പെട്ട് കിടക്കുന്നു. അപ്പൊ ഞങ്ങള് ഇറങ്ങി നോക്കി. അപ്പൊ ഒരുത്തര് ശ്വാസം കിട്ടുന്നുണ്ടായില്ല. അപ്പൊ CPR കൊടുത്ത് അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഓക്കെ ആയി. ആരോഗ്യനില വളരെ മോശമായിരുന്നല്ലേ? ആ സമയത്ത് വളരെയധികം മോശമായിരുന്നു ആരോഗ്യനില. ശ്വാസം ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല തീരെ. പിന്നെ കുറെ നേരം CPR കൊടുത്തപ്പോഴാണ് ഓക്കെ ആയത്. സംസാരിക്കാനൊക്കെ പറ്റുന്ന അവസ്ഥയിലായിരുന്നു അതോ? സംസാരിക്കൊന്നുമില്ലായിരുന്നു. കണ്ണൊക്കെ മലർന്നിരിക്കുന്നു. ഈ CPR ചെയ്ത് പരിചയമുണ്ടോ നസീം നേരത്തെ? ഞാൻ നഴ്സിംഗ് സ്റ്റുഡന്റ് ആണ്. ബാംഗ്ലൂരിന് ശാന്തിധാമ കോളേജിൽ നഴ്സിംഗ് പഠിച്ചത്. അതുകൊണ്ട് വലിയൊരു വിലപ്പെട്ട ജീവൻ നസീം രക്ഷിക്കാനായി. ഈ പിന്നീട് ആരോഗ്യനില ആശുപത്രിയിലൊക്കെ സംസാരിച്ചിരുന്നോ? ഇപ്പൊ അവർ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല കുഴപ്പമൊന്നുമില്ല. ഞാൻ അവിടെ ഉള്ള ആംബുലൻസ് ഡ്രൈവർ നമ്പർ ഉണ്ടായിരുന്നു, വിളിക്കായിരുന്നു. കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. ശരി നസീം, ശരി, ഓക്കെ, നന്ദി. അനീഷ്, തുടരാം. തീർച്ചയായും ഇതാണ് ഇപ്പൊ ബാംഗ്ലൂരിൽ നഴ്സിംഗ് സ്റ്റുഡന്റ് ആയ നസീമും വളരെ പെട്ടെന്ന് തന്നെ അവസരത്തിനൊത്തു ഉയർന്നു എന്നാണ്. ആദ്യം ഈ CPR കൊടുക്കാൻ എത്തിയപ്പോൾ നമ്മളൊക്കെ പെട്ടെന്ന് ചോദിച്ചു, നിങ്ങൾ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്, ഞാൻ നഴ്സാണ്, എനിക്ക് കാര്യങ്ങൾ അറിയാം എന്ന് പറയുകയും ശ്വാസം ഒരു തടസ്സപ്പെട്ട നിലയിലായിരുന്നു ഈ യുവാവ് കിടന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നസീമിന്റെ അടക്കമുള്ള ആ ഒരു സംയോജിതമായ ഇടപെടൽ, ഒരുപക്ഷെ ഒരു ജീവൻ നിലച്ചു നിൽക്കുന്ന ആൾക്കൊരു CPR നൽകിയാൽ അത് ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. പലപ്പോഴും നമ്മൾ സാധാരണ ആളുകൾക്ക് ഇത്തരം കാര്യങ്ങളിൽ ഒന്ന് ഇടപെടാനൊന്ന് വൈകും. കാരണം ഒരു ഭയമുണ്ടാകും, എന്തെങ്കിലും ചെയ്താൽ കൂടുതൽ കാര്യങ്ങൾ വഷളാകുമോ അല്ലെങ്കിൽ അവരുടെ പരിക്ക് ഗുരുതരമാകുമോ എന്ന് അടക്കമുള്ള പല സംശയങ്ങളുണ്ടായും. എന്തായാലും ഒരു ആരോഗ്യ പ്രവർത്തകൻ തന്നെ ആ വാഹനത്തിൽ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ആ അങ്ങേയറ്റം മോശാവസ്ഥയിലായ ആൾക്ക് താൽക്കാലികമായി നമ്മൾ ആശുപത്രിയിലേക്ക് കയറ്റിവിടുമ്പോൾ, ആംബുലൻസിൽ കയറ്റിവിടുമ്പോൾ അദ്ദേഹത്തിന് കുഴപ്പമില്ലായിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ്. പക്ഷേ എന്നാലും ജീവനോടുകൂടി അദ്ദേഹത്തെ കയറ്റിവിടാൻ കഴിഞ്ഞിട്ടുണ്ട്. മൂവാറ്റുപുഴ ആശുപത്രിയിൽ എത്തിയപ്പോഴും അദ്ദേഹം അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ തൊടുപുഴയിലെ വിദഗ്ധ ചികിത്സ ലഭ്യമാവുന്ന ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നില ഗുരുതരമാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരു ജീവൻ അപായം വന്നിട്ടില്ല എന്നാണ് നമ്മൾ ഏറ്റവും ഒടുവിൽ വിളിച്ചപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് ചില സാഹചര്യങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു. ഒരുപറ്റം ആളുകൾ ഇതൊന്നും കാണാതെ അവഗണിച്ച് മുന്നോട്ട് പോകുമ്പോൾ, എന്നാൽ മറുവശത്തുള്ള ആളുകൾ ഇതെല്ലാം കാണുന്നവർ ഈ സഹജീവി സ്നേഹം കൃത്യമായി പ്രകടിപ്പിക്കുന്നവരാണ്. ഈ രാവിലത്തെ സമയത്തിൽ ഓടിച്ചു വരുന്ന ആൾക്ക്, അതായത് നമുക്കറിയാം മൈസൂരിൽ നിന്നും ഓടിച്ചു വരുന്ന ജീവനക്കാരാണ് ഈ രണ്ടുപേരും. ഈ രണ്ട് ഡ്രൈവർമാരും മാറി മാറിയാണ് ഈ ബസ് ഓടിച്ചു വരുന്നത്. മൈസൂരിൽ നിന്ന് കോഴിക്കോട് വരണം, കോഴിക്കോട് നിന്നും തൃശ്ശൂർ വഴിയൊക്കെ എത്രയോ മണിക്കൂർ എടുത്താണ് അവർ ഓടിച്ചെത്തുന്നത്. അതുകൊണ്ട് വേണമെങ്കിൽ അവർക്ക് അലസമായി കോട്ടയത്തേക്ക് എത്താൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ്, 1 മണിക്കൂറിൽ ചെല്ലുവാനും മാത്രമാണ് മൂവാറ്റുപുഴയിൽ നിന്നും ആ സ്ഥലത്തു നിന്നും കോട്ടയത്തുണ്ട്. അവർക്ക് വേണമെങ്കിൽ ധൃതിയിൽ ഓടിച്ച് ഇത് അവഗണിച്ചു പോരായിരുന്നു. പക്ഷേ ആ മനുഷ്യജീവന് ഇവർ എത്രമാത്രം വില നൽകുന്നു എന്നതാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അവഗണിക്കാതെ അദ്ദേഹം ആ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയതുകൊണ്ടാണ് ആ ജീവൻ തിരിച്ചു പിടിക്കാൻ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നെ മറ്റ് ജീവനക്കാർ നമുക്ക് കാണാം, ബസ്സിൽ ഉണ്ടായിരുന്ന മറ്റ് യാത്രക്കാർ വഴിയിൽ വാഹനങ്ങൾ തിരിച്ചുവിടുന്നു. ഓരോരുത്തരും മാറി മാറി ആംബുലൻസ് വിളിക്കുന്നു, പോലീസ് വിളിക്കുന്നു. ഈ കുട്ടികൾക്കൊരു ആത്മവിശ്വാസം നൽകി, കുഴപ്പമില്ല, പേടിക്കണ്ട, ഭയപ്പെടേണ്ട എന്നൊക്കെ പറഞ്ഞ ഒരു ആത്മവിശ്വാസം നൽകുന്നു. അങ്ങനെ എല്ലാ തരത്തിലും ആളുകൾ ഒറ്റക്കെട്ടായി ഒരു കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ ഈ 10 മാസം മാത്രം പ്രായമുള്ള ഒരു കുട്ടി 4 പേർക്ക് ജീവൻ നൽകുന്ന ഒരു മഹത്തായ കർമ്മം നടന്നത് നമ്മൾ ഇന്നലെ മുതൽ കണ്ടുവരികയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് പലപ്പോഴും ഇതിനെയൊക്കെ അവഗണിച്ചു പോകുന്ന ആളുകൾക്കൊരു കണ്ണ് തുറക്കേണ്ട ഒരു സംഭവം കൂടിയാണിത്. എന്തായാലും KSRTCക്ക് പലപ്പോഴും കയ്യടിയും കല്ലേറും ഒക്കെ ലഭിക്കാറുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ അവർ അവരുടെ ഓട്ടം മാറ്റി, അല്ലെങ്കിൽ യാത്രക്കാർ അവരുടെ ഒരു അസൗകര്യങ്ങളൊക്കെ മാറ്റി പലയിടങ്ങളിലേക്ക് പോകേണ്ടവരൊക്കെയാണ് ഇറങ്ങിയത്. പക്ഷെ അതൊക്കെ മാറ്റി എല്ലാവരും ഒരു 2 യുവാക്കളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നിന്നു എന്നതാണ് ഏറ്റവും പ്രത്യേക കാര്യം. എന്തായാലും ഞാൻ അടക്കമുള്ള യാത്രക്കാരുണ്ടായിരുന്നു. എല്ലാവരും ഒരു മനസ്സോടുകൂടിയാണ്. ഒരാൾ പോലും ഒരു മറിച്ചൊരു അഭിപ്രായം
പറയുകയുണ്ടല്ല. ഈ കാര്യം ഈ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന ഡ്രൈവർ, അടുത്ത സീറ്റിലിരുന്ന ഡ്രൈവറോട് പറഞ്ഞപ്പോൾ തന്നെ യാത്രക്കാരെല്ലാവരും ഒറ്റക്കെട്ടായി പറഞ്ഞത് വേഗം നിർത്തി നമുക്ക് നോക്കാം എന്ന് തന്നെയാണ്. എന്തായാലും ആ 2 കുട്ടികളും അല്ലെ 2 യുവാക്കളുടെയും ആരോഗ്യനില തൃപ്തികരമായി ഉടൻ മാറും. ഗുരുതരാവസ്ഥയിലുള്ള ആളുടെ ബന്ധുക്കളിൽ നിന്ന് നമുക്കൊരു ശുഭവാർത്ത കേൾക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഇപ്പോൾ കരുതുന്നത്. രഞ്ജിത്ത്. ശരി, അനീഷ് കുമാർ, MS അനീഷ് കുമാർ നേരിട്ട് ഈ അപകടത്തിനല്ല, ഈ യുവാക്കൾ അപകടത്തിൽപ്പെട്ട് റോഡിൽ കിടക്കുന്നത് സാക്ഷിയായിരുന്നു. അനീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. KSRTC ഡ്രൈവറും അതിലെ ജീവനക്കാരും യാത്രക്കാരും ചേർന്ന് 2 വിലപ്പെട്ട ജീവനുകൾ രക്ഷിച്ച വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.